Students, lastly we have studied the sequential criterion for limits. The first one is the sequential criterion for limits. Limit x tends to c, fx equal to L ആകണം എന്ന് പറയുകയാണെങ്കിൽ xn സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താലും fxn ഇങ്ങോട്ട് കൺവേർജ് ചെയ്യണം, ലിമിറ്റ് എൽ ആവണം. എഫ് സി ഒന്നും കണക്ട് ചെയ്തേക്കരുത്. fxn ലിമിറ്റ് എൽ എന്ന് പറഞ്ഞു. fxn എല്ലിലേക്ക് xn സിയിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ x tends to c, xn സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള fxnകൾ എല്ലിലേക്ക് കൺവേർജ് ചെയ്യും. സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ ലിമിറ്റ്സ്. ഒരു ക്രൈറ്റീരിയൻ പറയുമ്പോൾ ഇത് കൺവേർജൻസ് ക്രൈറ്റീരിയ ആണെങ്കിൽ ഡൈവേർജൻസ് ക്രൈറ്റീരിയ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഡൈവേർജൻസ് ഇത് കൺവേർജൻസിനെയാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു, ലിമിറ്റ് ഉണ്ടാവും. ഇനി ലിമിറ്റ് ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ആണ് നമുക്ക് പറയാം. അപ്പോൾ ഡൈവേർജൻസ് ക്രൈറ്റീരിയൻ ഫോർ ലിമിറ്റ് അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്രൂഫ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ തന്നെയാണ്. ഫോർ ലിമിറ്റ്സ് നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞിട്ടില്ല, ഫോർ ലിമിറ്റ്സ് ആണ് എന്നറിയാം. ഇതാണ് ഡൈവേർജൻസ് ക്രൈറ്റീരിയ ഫോർ ലിമിറ്റ്സ്. A subset of R, f from A to R and C element of R be a cluster point of A. ക്ലസ്റ്റർ പോയിന്റിലെ ലിമിറ്റ് ഉള്ളത് നമുക്കറിയാം. അപ്പോൾ എല്ലിലേക്ക് ലിമിറ്റ് ഇല്ലാതിരിക്കുന്നതാണ്, അങ്ങനെ ഒരു എൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. L element of R, then f does not have a limit L at C. എഫിന്റെ ലിമിറ്റ് L ആകുന്ന കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എഫിന് L ലിമിറ്റ് അല്ലാതാകുന്ന കണ്ടീഷനാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. If and only if there exists a sequence xn with xn not equal to c for all n such that xn tends to c, xn c യിലേക്ക് പോകും, പക്ഷെ എന്താ പറ്റും, fxn c യിലേക്ക് പോവുകയില്ല. But fxn does not converge to L, fxn L യിലേക്ക് പോകത്തില്ല. xn c യിലേക്ക് പോകുന്ന സീക്വൻസ് ഉള്ളപ്പോഴും fxn L യിലേക്ക് പോകുന്നില്ല എന്ന് വന്നാൽ L ലിമിറ്റ് ആവത്തില്ല. അപ്പൊ നമുക്ക് ലിമിറ്റ് നേരത്തെ തരണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഒരു ഫംഗ്ഷന് ലിമിറ്റ് പോയിന്റ് ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലിനെ ഇൻക്ലൂഡ് ചെയ്യാതെയും പറയാം. എങ്ങനെയാ പറയാൻ പറ്റുക? എഫ് ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ്, എൽ എന്ന് പറയേണ്ട കാര്യമില്ല. എഫ് ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ് അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് there exists a sequence xn in A with xn not equal to c for all n such that xn സിയിലെ ലിമിറ്റിന്റെ കാര്യം വരുന്നത്. അപ്പൊ അവിടെ ഉണ്ട് xn tends to c, അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. സിയിലെ ലിമിറ്റിന്റെ കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം. അവിടെ xn tends to c ഉണ്ട്. കാരണം ഒരു ഫംഗ്ഷന്റെ ഒരു പോയിന്റിലെ ലിമിറ്റ് ആണല്ലോ നമുക്ക് പറയേണ്ടത്. അപ്പൊ അതില്ലാതെ പറയാൻ പറ്റില്ല. പക്ഷെ ഈ വാല്യൂ എൽ എന്നതിനെ പറ്റി നിശ്ചയം ഇല്ലാതെ നമുക്കിത് പറയാം. ഒരു ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല എന്ന് പറയണമെങ്കിൽ എൽ അല്ല ലിമിറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. അതിപ്പം ലിമിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഏത് കോൺസ്റ്റന്റ് ആണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പോയിന്റിൽ ലിമിറ്റ് ഇല്ല. അപ്പോൾ ആ പോയിന്റിനെ കണക്ട് ചെയ്ത് xn tends to c ഉണ്ട്. പക്ഷെ fxn ഒരു കോൺസ്റ്റന്റിലേക്കും എന്നൊരു കോൺസ്റ്റന്റ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതല്ല. fxn ഡസ് നോട്ട് കൺവേർജ്, fxn കണ്ടുപിടിക്കുമ്പോൾ കൺവേർജ് ചെയ്യില്ല എന്ന് വരുന്നു. അപ്പൊ ഇത് കൺവേർജൻസിനേക്കാളും കൂടുതൽ നമ്മൾ കൺവേർജൻസ് ക്രൈറ്റീരിയ ആണ് പ്രൂഫ് കൊടുത്തത്. ഡൈവേർജൻസ് ക്രൈറ്റീരിയയുടെ പ്രൂഫ്, കൺവേർജൻസ് ക്രൈറ്റീരിയയുടെ പ്രൂഫ് എഴുതിയാൽ മതി. ആൻഡ് ഫ്രം ദാറ്റ് ഇറ്റ് ഇസ് ക്ലിയർ. രണ്ട് കാര്യങ്ങളും അതിൻ്റെ അന്ന് തന്നെ ക്ലിയർ ആണ്. കൺവേർജൻസ് എല്ലിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ കൺവേർജൻസ് ഒരു പോയിന്റിലേക്കും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ പ്രൂഫ് പഴയതിന്റെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും കൺവേർജൻസിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ പ്രോബ്ലംസ് ചെയ്തതിന്റെയൊക്കെ ബാക്കിയായിട്ട് നിങ്ങൾ എക്സസൈസിൽ പ്രോബ്ലംസ് കാണുന്നുണ്ടാവും. കൺവേർജൻസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലംസ്. അപ്പോൾ അത്തരം കൺവേർജൻസ് പ്രൂവ് ചെയ്യാൻ നമുക്ക് എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് ഉപയോഗിക്കാം, സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിക്കാം. ഡൈവേർജൻസ് പ്രൂവ് ചെയ്യാൻ എപ്പോഴും ഉപയോഗിക്കാം സീക്വൻഷ്യൽ ക്രൈറ്റീരിയ. ആസ് ആൻ എക്സാമ്പിൾ വി ക്യാൻ സീ the limit of 1 by x at x equal to 0. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. limit x tends to 0, limit x tends to 0 of 1 by x, limit x tends to 0 1 by x. ഇത് എക്സിസ്റ്റ് ചെയ്യല നിങ്ങൾക്ക് തന്നെ അറിയാം. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by 0 ഇൻഫിനിറ്റി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് does not exist. അല്ലെ ഇവിടെ ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസ് ക്രൈറ്റീരിയ സീക്വൻഷ്യൽ ഫോമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിനെന്താ വേണ്ടത്? എക്സ് ടെൻസ് ടു 0, 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നു. ഇപ്പൊ 0യിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്താണ് 0യിലേക്ക് പോകുന്ന ഒരു സീക്വൻസ് പറയാൻ എളുപ്പമാർഗം? 0 ആകരുത്, xn ഈക്വൽ ടു, ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്, ശരിയാവും നോക്കുക. xn ഈക്വൽ ടു 1 by n. Then xn not equal to 0.
for all n. ഈ ലിമിറ്റ് പോയിന്റ് x not equal to c ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി x tends to 0 സീക്വൻസ് 1/n 1/n ലിമിറ്റ് 0 ആണെന്ന് നിങ്ങൾക്കറിയാം. x tends to 0. Then what will be f of xn? f of xn നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. f of xn equal to 1/n. f of 1/n. f of x എന്താ? Here f of x equal to limit x tends to 0 1/x എന്നാ പറഞ്ഞിരിക്കുന്നത്. f of x equal to 1/x. Then f of 1/n equal to n. അല്ലെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ടിരിക്കും. 1/1/n. f of x എന്ന് പറയുന്നത് 1/x. f of 1/n എന്ന് പറയുന്നത് 1 divided by എന്തിനെയാണോ f കണ്ടുപിടിക്കുന്നത് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 1/1/n equal to n. ഇനി ഇതെവിടെയെങ്കിലും കൺവേർജ് ചെയ്യോ? n നാച്ചുറൽ നമ്പേഴ്സ് കൂടി പോകത്തില്ലുള്ളൂ. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യത്തില്ല. സെന്റൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. സെന്റൻസ് ടു ഇൻഫിനിറ്റി 1/n ടെൻസ് ടു 0. 0യിലെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന xn നമുക്ക് പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. xn ടെൻസ് ടു c ഷുവർ ആയിട്ടുണ്ട്. സിയിലല്ലേ ഒരു പോയിന്റ് തന്നാൽ അവിടുത്തെ ലിമിറ്റ് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഫംഗ്ഷൻ ഒരിടത്തേക്കും ടെൻഡ് ചെയ്യുന്നില്ല. fxn ഈക്വൽ ടു n എന്നാണ് നമുക്ക് കിട്ടുക. ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി fxn does not converge. fxn does not converge to any constant. Does not converge. In R does not converge എന്ന് എഴുതുന്നത് തന്നെയാണ് നല്ലത്. കൺവേർജ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ ഞാൻ ഈ സിമ്പിൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. കൺവേർജൻസിന് വേണ്ടിയല്ല ഈ ക്രൈറ്റീരിയ ഉപയോഗിക്കുക. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ കൂടുതൽ ഉപയോഗിക്കുക. ഡൈവേർജൻസിന് വേണ്ടിയാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. മറ്റൊരു എക്സാമ്പിൾ ഒരു സിഗ്നം ഫംഗ്ഷൻ ആണ്. സിഗ്നം എന്ന് പറയുന്ന സൈൻ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഫംഗ്ഷൻ ഈസ് കോൾഡ് സിഗ്നം ഫംഗ്ഷൻ. നമുക്ക് സിഗ്നം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. റിയൽ നമ്പേഴ്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ SGN. ഇറ്റ്സ് അബൌട്ട് സൈൻ. അതുകൊണ്ടാണ് SGN. സിഗ്നം സൈനിനെ തന്നെയാണ് ആലോചിക്കുന്നത്. സിഗ്നം ഫംഗ്ഷൻ. Signum function of x equal to 1 when x greater than 0. x greater than 0 il function value 1. 0 when x equal to 0 and minus 1 when x less than 0. This is the value of the signum function. And the graph ഒക്കെ വരയ്ക്കാം. എന്താ റിയൽ ലൈനിൽ this is the real line. ഇത് 0. പിന്നെന്താ പറഞ്ഞേക്കുന്നത് 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ 0. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഇടുവാണ്. x greater than 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ 1. ഇതാണ് 1 എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പോയിന്റിനെ ഒഴിവാക്കി, 0യെ ഒഴിവാക്കി. x less than 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ -1. ഇതാണ് -1 എന്ന് വിചാരിച്ചാൽ അവിടെ 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ -1 അല്ല. അത് ഓപ്പൺ ഇന്റർവെൽ കാണിക്കും. ഇവിടെ ഒരു ഇങ്ങനെ വരയ്ക്കുന്നിടത്ത് ഇവിടെ ഒരു ഹോൾ കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്. നൗ സിഗ്നം ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ലിമിറ്റ് ഇല്ല എല്ലായിടത്തും അല്ല. ഈ പ്രശ്നമുള്ളത് നിങ്ങൾ കണ്ടല്ലോ. കോൺസ്റ്റന്റ് ഫംഗ്ഷനിലെ ലിമിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പം x greater than 0യിലും പ്രശ്നമില്ല, x less than 0യിലും പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എവിടെയായിരിക്കും പ്രശ്നം ഉണ്ടാവുക? x equal to 0യിലാണ് പ്രശ്നം ഉണ്ടാവുക. ആസ് ഇൻ ദ കേസ് ഓഫ് 1/x. x equal to 0യിൽ തന്നെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോവുക. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് x tends to 0 ഓഫ് സിഗ്നം x. ലിമിറ്റ് x സിഗ്നം ഫംഗ്ഷൻ സൈനാണ് എടുത്തേക്കുന്നത്. x ഗ്രേറ്റർ സൈനാണ്. +1 കൊടുത്തു, -1 കൊടുത്തു. സൈൻ മാത്രമല്ല മോഡുലസ് അല്ല എടുത്തേക്കുന്നത്. ലിമിറ്റ് x tends to 0 SGN സിഗ്നം ഓഫ് x. ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചോണേ. ഡിഫൈൻ സിഗ്നം ഫംഗ്ഷൻ ആൻഡ് പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം. ലിമിറ്റ് x tends to 0 സിഗ്നം ഓഫ് x ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 0യിലോട്ട് ടെൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കും. 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കും. 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന സീക്വൻസ് 1/n എടുത്ത 0യുടെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും പോകാൻ വേണ്ടി നമ്മളിപ്പോ xn ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് -1 ഹോൾ റൈസ് ടു n divided by n എന്നാണ്. -1 ഹോൾ റൈസ് ടു n divided by n എന്നാണ്. അത് 0യിലേക്ക് പൊക്കോളില്ലേ, ഡിവൈഡഡ് ബൈ n. അപ്പോൾ അത് n element of n tends to 0. സീക്വൻസ് xn tends to 0. അത് വളരെ ക്ലിയർ ആണ്. ഇനി എന്നാ സിഗ്നം ഓഫ് x നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. സിഗ്നം ഓഫ് xn SGN ഓഫ് xn അത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്തായിരിക്കും?
ഈക്വൽ ടു എന്ത് കിട്ടും? -1 ഹോൾ റൈസ് ടു n ഡിവൈഡഡ് ബൈ n എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സിഗ്നം ഓഫ് xn ഈക്വൽ ടു -1 ഹോൾ റൈസ് ടു n അല്ലേ വരത്തുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ +1 എന്നും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ -1 എന്നും എടുക്കത്തുള്ളൂ. ഈ വാല്യൂ എന്താണെന്നുള്ളതിനെ പറ്റി പ്രസക്തിയില്ല. -1 n ഈക്വൽ ടു 1 -1 എന്ന് വരും. n ഈക്വൽ ടു 2 -1 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ n ഈക്വൽ ടു 1 -1, n ഈക്വൽ ടു 2 -1 സ്ക്വയർ, -1, n ഈക്വൽ ടു 1 -1, n ഈക്വൽ ടു 2 -1 സ്ക്വയർ ഈക്വൽ ടു 1, n ഈക്വൽ ടു 3 -1 ഹോൾ റൈസ് ടു n ഡിവൈഡ് ബൈ 3 ആണ് എടുക്കുന്നത്. -1 ഹോൾ ക്യൂബ്, അത് നെഗറ്റീവ് ആണ്. അവിടെ സിഗ്നത്തിന്റെ വാല്യൂ -1. n ഈക്വൽ ടു 4 -1 ഹോൾ റൈസ് ടു 4 ഡിവൈഡ് ബൈ 4 ആണ്. അത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് +1 ആണ്. -1 ഹോൾ റൈസ് ടു 4 എന്ന് വരും. അപ്പോൾ സിഗ്നം എന്ന് പറയുന്നത് -1 ഹോൾ റൈസ് ടു n. സിഗ്നം ഓഫ് x ക്യാൻ ബി ഡിഫൈൻഡ് ബൈ x ഡിവൈഡഡ് ബൈ mod x എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. mod x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയിക്കോളും. വാല്യൂ 1 -1 ആയിക്കോളും. x ഡിവൈഡഡ് ബൈ mod x. അപ്പോൾ മോഡുലസ് ക്യാൻസൽ ചെയ്യും, അല്ല അതിന്റെ നമ്പർ ക്യാൻസൽ ചെയ്യും, 1 -1 വാല്യൂ ആയിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ എഴുതാം. -1 ഹോൾ റൈസ് ടു n ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മോഡുലസ് -1 ഹോൾ റൈസ് ടു n ഡിവൈഡഡ് ബൈ n. അപ്പോൾ അത് -1 ഇവിടെ 1/n വരും, n ക്യാൻസൽ ചെയ്യും, -1 ഹോൾ റൈസ് ടു n എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. -1 ഹോൾ റൈസ് ടു n അത് ഓൾട്ടർനേറ്റ്ലി -1ഉം +1ഉം ആയിട്ട് ഇരിക്കാം. ഇതിന്റെ അകത്തെ -1 ഹോൾ റൈസ് ടു n ആദ്യത്തെ ടേം എഴുതിയ -1, രണ്ടാമത്തെ ടേം എഴുതിയ +1, ഈ സീക്വൻസിന്റെ നാലാമത്തെ ടേം എഴുതിയാൽ -1, അഞ്ചാമത്തെ ടേം എഴുതിയാൽ, മൂന്നാമത്തെ ടേം എഴുതിയാൽ -1, നാലാമത്തെ ടേം എഴുതിയാൽ +1. അങ്ങനെ ഓഡ് ടേംസ് ഒക്കെ -1, ഈവൻ ടേംസ് ഒക്കെ +1. ഇതിനൊരിക്കലും കൺവേർജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്കറിയാം, കൺവേർജൻസ് ഇല്ല. ഇങ്ങനെയാ വരാൻ പോകുന്ന സീക്വൻസ് -1 1 -1 1. ഇതെങ്ങനെ കൺവേർജ് ചെയ്യും? അതുകൊണ്ട് ഒരു സബ് സീക്വൻസ് -1ലേക്ക് വരണം, 1ലേക്ക് കൺവേർജ് ചെയ്യാം. നമ്മളിപ്പോൾ സീക്വൻസിന് കൺവേർജൻസ് ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ xn ടെൻസ് ടു 0 ആണ്. -1/n -1/1 -1 സ്ക്വയർ 1/2. ഇപ്പൊ ഇവിടെ വരുന്ന വാല്യൂസ് അതാണ്. -1 then 1/2 then -1 ഡിവൈഡഡ് ബൈ 3 then 1/4 then -1/5. ഒരു സൈഡിൽ പോസിറ്റീവ് 1/2 1/4 1/6 എന്ന് പറഞ്ഞാൽ അത് 0യിലേക്ക് പോകും. മറ്റേത് -1 -1/3 -1/5 അത് എന്നാലും 0യിലേക്ക് തന്നെ പോകും എന്ന് നമുക്കറിയാം. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇത് 0. ഇവിടെ 1/2 1/4 അങ്ങനെയുള്ളത്. ഇവിടെ -1/3 -1/5 ഇങ്ങനെയുള്ള ടൈംസ് അത് രണ്ടും 0യിലേക്ക് വരും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ xn 0യിലേക്ക് വരും. പക്ഷെ സിഗ്നൽ എടുത്തപ്പോൾ തന്നെ പറ്റി -1 റൈസ് ടു n ആയി. അത് ഓൾട്ടർനേറ്റ്ലി -1 1 ആയിട്ട് നിൽക്കുകയാണ്. അത് 0യിലേക്ക് പോകില്ല എന്ന് മനസ്സിലായി. അപ്പോൾ xn ടെൻസ് ടു 0 ആണ് സിഗ്നം f of xn does not tends to a particular value. -1 1 ആയിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നിൽക്കുക. സിഗ്നം ഓഫ് xn does not converge. ഡൈവേർജൻസ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ട്. ആ പോയിന്റ്സിന്റെ ഇമേജസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സിഗ്നം ലിമിറ്റ് x ടെൻസ് ടു 0 സിഗ്നം x does not exist. പിന്നെയുള്ള ഒരു എക്സാമ്പിൾ sin 1/xന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് കുറച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അത് ഡിസ്കസ് ചെയ്യാം. നോട്ട്സ് തരാം നിങ്ങൾക്ക് ക്ലിയർ ആവുമെങ്കിൽ. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഈ സെക്ഷൻ തീരെയാണ്. ഇനി നമുക്ക് ലിമിറ്റ് തിയറംസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഡെഫിനിഷൻസ് സീക്വൻസ് ലിമിറ്റ്സിന് 3 തരത്തിലുണ്ട് എന്ന് വിചാരിക്കുക. എപ്സിലോൺ ഡെൽറ്റ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that modulus of x minus c less than delta implies modulus of fx minus l less than epsilon. അത് ലിമിറ്റ് ആവാൻ സിയിലെ ലിമിറ്റ് ആവാനുള്ള ഒരു കണ്ടീഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് നെയ്ബർഹുഡ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ എല്ലിന്റെ എപ്സിലോൺ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ നെയ്ബർഹുഡ് സിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിലെ പോയിന്റ്സ് ഒക്കെ എല്ലിന്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ കിടക്കണം. ദാറ്റ് ഇസ് നെയ്ബർഹുഡ് കൺസെപ്റ്റ്. അടുത്തത് ലിമിറ്റ് കൺസെപ്റ്റ് ആയിരുന്നു. xn ടെൻസ് ടു a ആകുമ്പോൾ xn ടെൻസ് ടു c ആകുമ്പോൾ fxn ടെൻസ് ടു l ആണെങ്കിൽ സിയിലെ ഫംഗ്ഷന്റെ ലിമിറ്റ് l ആണെന്ന് പറയാം. അങ്ങനെ 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ലിമിറ്റിൽ പഠിച്ചിരിക്കുക.